വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കോംബോ വീഡിയോ ആയിട്ടല്ല, അതായത് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സിനെ പറ്റി അതിൻ്റെ സൈസിനെ പറ്റിയൊക്കെ ഒരുപാട് പേര് നിരന്തരം നമ്മളോട് വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ള കുറേ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിക്കാനും പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ട് നമുക്ക് പ്ലാന്റ്സ് കൊറിയറായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിന്ന് നമുക്ക് വന്നിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. പുതിയതായിട്ട് കുറേ പ്ലാന്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും പ്ലാന്റിൻ്റെ സൈസൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആന്തൂറിയം പ്ലാന്റ്സ് ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ കോംബോയിൽ ചെയ്തൊരു പ്ലാന്റ് ആയിരുന്നു ആന്തൂറിയം. അപ്പോൾ ആന്തൂറിയത്തിൻ്റെ 3 കളേഴ്സായിരുന്നു നമ്മുടെ കോംബോയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു നല്ല ഭംഗിയുള്ളൊരു മെറൂൺ കളറും അതുപോലെ ഈ ഒരു വെരിഗേറ്റഡ് ആയിട്ട് വരുന്ന റെഡും വൈറ്റും വരുന്ന ഈ ഒരു പ്ലാന്റും അതുപോലെ നമ്മുടെ വൈറ്റ് ഓഫ് വൈറ്റ് കളറുള്ള ഈ ഒരു ആന്തൂറിയമാണ് നമ്മുടെ ആന്തൂറിയം. കഴിഞ്ഞ ആന്തൂറിയം കോംബോയിൽ 3 പ്ലാന്റ്സ് കേട്ടോ. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഞാൻ ആ വീഡിയോയിൽ തന്നെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ വേണമെങ്കിൽ കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ്. പക്ഷേ നമ്മൾ അയക്കുന്ന സമയത്ത് ഈ ഒരു പോട്ട് റിമൂവ് ചെയ്തിട്ടാണ് അയക്കുക കേട്ടോ. അപ്പോൾ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം 3 കളേഴ്സാണ്, റെഡും മറൂണും അതുപോലെ ഓഫ് വൈറ്റും. പിന്നീട് നമുക്ക് വന്നിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് ഗ്ലോക്സീനിയ പ്ലാന്റ്സ് കേട്ടോ. ഒരുപാട് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ഫ്ലവറിങ് ആയ പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വയലറ്റും വൈറ്റും കൂടി മിക്സ് വരുന്നതാണ്. ഇത് പ്യുവർ വയലറ്റ് മാത്രമാണ്. അതിൻ്റെയും ഒരു കോംബോയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം. വലിയൊരു പോട്ടിൽ വരുന്ന പ്ലാന്റാണ്. ഒരുപാട് മൊട്ടുകളൊക്കെ ഉള്ള പ്ലാന്റാണ് കേട്ടോ നമ്മളിവിടെ നയിക്കുക. പിന്നെ വന്നിട്ടുള്ളത് അതിൻ്റെ റോസ് കളറാണ് കേട്ടോ. അതിൻ്റെ പൂക്കൾ വിരിഞ്ഞിട്ടില്ല. വിരിഞ്ഞ പൂക്കളുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ വയലറ്റാണ്. ഇത് റോസ് ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ട്, പക്ഷേ ഫുള്ളായിട്ടില്ല കേട്ടോ. വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. നമുക്ക് ഇൻഡോർ ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ് നമ്മുടെ ഗ്ലോക്സീനിയ എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ലൻഡാനയുടെ 3 കളേഴ്സ് ഉണ്ട്. വയലറ്റ്, വൈറ്റ് ആൻഡ് ഈ ഒരു മഞ്ഞ, നല്ല ഭംഗിയുള്ള മഞ്ഞയാണ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് പിങ്ക് മുല്ലയാണ് കേട്ടോ. പിങ്ക് മുല്ല, അതിൻ്റെയും നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ മൊട്ടുകൾ നല്ല പിങ്ക് കളറായിരിക്കും. വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല വൈറ്റിലുള്ള നമ്മുടെ സാധാ മുല്ലപ്പൂ പോലെ തന്നെ നല്ല ഭംഗിയിൽ നിൽക്കുന്നൊരു പ്ലാന്റാണ്. പിന്നെ നമുക്ക് ക്രിസാന്തമം, അതായത് ജമന്തി പ്ലാന്റിൻ്റെ നല്ല അടിപൊളി കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പിങ്ക് കളറ്, അതുപോലെ ഓറഞ്ച് കളറ്, യെല്ലോ കളറ്, വൈറ്റ് കളറ്, നല്ല ഭംഗിയിൽ നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ജമന്തി. നമുക്ക് പ്രൂൺ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ പൂക്കൾ ഉണ്ടായി നിൽക്കും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നമുക്ക് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ് അസേലിയ പ്ലാന്റ് കേട്ടോ. അസേലിയയുടെ നല്ല നോക്കും, നല്ല റെഡ് കളറും അതുപോലെ വൈറ്റ്, നല്ല പ്യുവർ വൈറ്റ് വരുന്ന അസേലിയാണ് നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ള സ്റ്റോക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കോംബോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. പ്ലാന്റ് വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. നമുക്ക് സ്റ്റോക്ക് ഔട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കിട്ടാനായിട്ടൊക്കെ പ്രയാസമായിരിക്കും. നല്ല ഭംഗിയുള്ള കളേഴ്സ് വന്ന സമയത്ത് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. പ്യുവർ വൈറ്റും. പ്ലാന്റിൻ്റെ സൈസൊക്കെ ഞാൻ അടുത്ത കോംബോ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ജിഫിയിലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതായത് ലിപ്സ്റ്റിക് പ്ലാന്റ്, റോയോ പ്ലാന്റ്, പെൻസിൽ കാക്ടസ്, അതുപോലെ ഒരുപാട് സക്കുലൻ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വന്നിട്ടുള്ള റെക്സ് ബിഗോണിയയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. റെക്സ് ബിഗോണിയയുടെ തന്നെ നമ്മൾ ഇതിന് മുമ്പേ കോംബോ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലും ഒരുപാട് പേര് നമ്മളെടുക്കുന്ന റെക്സ് ബിഗോണിയാസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആ 10 കളേഴ്സൊക്കെ നമുക്ക് റെക്സ് ബിഗോണിയക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ റെക്സ് ബിഗോണിയയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ള മറ്റൊരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് ഫിറ്റോണിയ പ്ലാന്റ്, ടന്നർ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഫിറ്റോണിയ പ്ലാന്റ്. ഇതിൻ്റെയും കോംബോ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ്. അതിൻ്റെ 10 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഒരുപാട് ക്രീപ്പർ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഒരുപാട് പേര് നമ്മളെടുത്ത് ദിവസവും വാങ്ങിക്കുന്ന പ്ലാന്റ്സ് ആണ്. വെച്ചാൽ ഇത് നല്ല ഭംഗിയാണ്. അതായത് നമുക്ക് ക്രീപ്പറായിട്ട് നല്ല കുലയായിട്ടുള്ള പൂക്കളാണ് ഈ ഒരു പ്ലാന്റ്സിലൊക്കെ തന്നെ ഉണ്ടാവുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ക്രീപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. കുറച്ച് ഞാനിവിടെ എടുത്ത് കാണിക്കാം കേട്ടോ. നമ്മുടെ ലേഡി ഷൂ ആണിത്. ലേഡി ഷൂ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള പൂക്കൾ കുലയായി ഉണ്ടാകുന്ന നല്ലൊരു പ്ലാന്റാണ്.
പിന്നെ മറ്റൊരു അടിപൊളി പ്ലാന്റാണ് നമ്മുടെ മണിമുല്ല പ്ലാന്റിലും നിറച്ച് കുലയായിട്ട് വൈറ്റ് ഫ്ലവേഴ്സ് ഇങ്ങനെ നിറച്ചുണ്ടാവും കേട്ടോ. അതൊക്കെ ക്രീപ്പേഴ്സാണ്. ഇത് നമുക്ക് വന്നിട്ടുള്ളത് കാറ്റ്സ് ക്ലോ പെട്രിയൻ്റെ പിങ്ക് കളറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പെട്രിയുടെ അല്ലാത്തതുണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ളൊരു ക്രീപ്പർ പ്ലാന്റാണ് ഫ്ലെയിം വൈൻ്റെ ഒരു തൈയാണിത്. അതിൻ്റെ സൈസ് ഇത്രയും വലിയ കവറിൽ വരുന്ന വലിയ പ്ലാന്റാണ് കേട്ടോ. ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്കിനി പെട്ടെന്ന് തന്നെ വളരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പെട്ടെന്ന് വളർന്ന് നമുക്ക് അടുത്ത മഴക്കാലമൊക്കെ ആവുന്ന സമയത്ത് ഇതിൽ പൂക്കളൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ടൈമൊക്കെ ആവും. അപ്പോൾ പെട്രിയുടെ വൈറ്റും വയലറ്റും പിങ്കും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ള പ്ലാന്റാണ് കാറ്റ്സ് ക്ലോ. അങ്ങനെ ഒരുപാട് ക്ലിപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാത്ത പല പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ്. ഞാനിവിടെ ഇപ്പോൾ വന്ന കുറച്ച് സ്റ്റോക്ക് മാത്രമാണ് കാണിക്കുന്നത്. ഒരുപാട് പേര് നമ്മളടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുള്ളതും ഒരുപാട് പേർക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളതുമായ ഒരു അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ കമേലിയ പ്ലാന്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൂക്കളുടെ ആ ഒരു ഭംഗി തന്നെയാണ് എല്ലാവരും ആ ഒരു പ്ലാന്റിലേക്ക് ആകർഷിക്കുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിങ്കും റെഡും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ഇതാണ് കണ്ടില്ലേ, വലിയ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അപ്പം ഇത് നമുക്ക് അത്യാവശ്യം തണലുള്ള സ്ഥലത്തൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കൾ ഇതിലുണ്ടാവാൻ തുടങ്ങും കേട്ടോ. ഇതാണ് നമ്മുടെ കമേലിയ പ്ലാന്റ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഒക്കെ വേണം, ഏതൊക്കെയാണ് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റലോഗ് നമുക്ക് അയച്ചു തരാനായിട്ട് പറ്റും. അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ പ്ലാന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇൻസൈഡ് കേരള എല്ലാ പ്ലാന്റ്സും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ. നമ്മുടെ സ്റ്റോക്ക് ഔട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ്സ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.